ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പരിപ്പും ചീരയും വെച്ചിട്ട് സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഒരു കുഞ്ഞു കറി എന്ന് പറയാൻ പറ്റില്ല, നമ്മളിവിടെ ഉലത്തുന്ന പറയാറ്, പരിപ്പും ചീരയും ഉലത്തിയത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് പരിപ്പ് ഇവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റോളം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ചീര ഇനി നന്നാക്കിയെടുക്കാം. ഞാനിവിടെ ഒരു കട്ട് ചീരയാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഞാനിവിടെ ചീര വളരെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. വളരെ കുഞ്ഞായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് പരിപ്പ് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ 2 വിസിലടുപ്പിച്ചിട്ടുണ്ട്. ഇനി ആവി പോയതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പം നമ്മുടെ പരിപ്പൊക്കെ അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഒരുപാട് വെന്ത് കുഴയണ്ട, കാരണം നമുക്ക് ചീര ഇട്ട് ഒന്നുകൂടെ വേവിക്കേണ്ടതാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ചീര ഇട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിൽ വെള്ളം ഒഴിക്കുന്നില്ല, കാരണം പരിപ്പ് വേവിച്ച വെള്ളമുണ്ട് അത്യാവശ്യത്തിനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വെള്ളം കുറവാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കുക്കറിൻ്റെ മൂടിയിട്ട് വിസിൽ വരേണ്ടതില്ല, ഒന്ന് ആവി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ചീരയും പരിപ്പൊക്കെ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഉള്ളി നന്നാക്കി ചതച്ചെടുക്കണം. ഇപ്പം നമ്മുടെ പരിപ്പും ചീരയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഉലത്തിയെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് കറിവേപ്പില ഇടാം. ഇനി നമുക്ക് ചതച്ച് വെച്ച ഉള്ളിയും ഇട്ട് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർക്കാം. പൊടികളൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും ചീരയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ പരിപ്പും ചീരയും ഉലത്തിയതോടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ നാടൻ റെസിപ്പികളല്ലേ, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.